நிஜமா நான் செஞ்ச பாவம் முழுசாவும் மேலே விதைச்சா பாசம் நிழலும் பின்னாலே காணும் அதுக்கும் அம்மாடி புதுசா கோவாலே இங்க தேரல பாயாசம் கேக்குதா காத்தே இங்க வீசல காத்தாடி கேக்குதா. ഹായ് ഓൾ, എൻ്റെ പേര് അനാം. ഞാനിവിടെ അലാൻസിലെ സ്റ്റുഡൻ്റ് ആണ്. ഇവിടെ ഇപ്പം FM പേപ്പറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ACCAയിലോട്ട് വന്നപ്പം ഐ വാസ് റിയലി കോൺഷ്യസ് അല്ലെങ്കിൽ കൺസേൺഡ് അബൌട്ട് എൻ്റെ പഠിപ്പ് മാത്രമായി പോവോ, എനിക്കെൻ്റെ പാഷൻസ് ഫോളോ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു. എനിവേസ് ഐ കെയിം ടു അലാൻസ് ആൻഡ് ദാറ്റ് വാസ് ദ ബെസ്റ്റ് ഡിസിഷൻ ഐ ഹവ് എവർ ടേക്കൺ. സത്യം പറഞ്ഞാൽ ഞാൻ ഡിഗ്രി പഠിച്ചു ഇരിക്കുന്ന ടൈമിലായിരുന്നു ACCA എന്നൊരു കോൺസെപ്റ്റ് കേൾക്കുന്നതും അതിനകത്തോട്ടും കയറാം എന്നൊരു ചിന്തയ്ക്ക് വന്നതും. അപ്പോഴാണ് ലൈക്ക് വേണ്ട, ACCA കുറച്ചും കൂടി പ്രൊഫഷണലാണ്, നമുക്ക് പറ്റില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പഠിപ്പിനോടൊപ്പം തന്നെ ബാക്കി എല്ലാ ആക്ടിവിറ്റീസും കൊണ്ടുപോകാൻ പറ്റുമെന്നൊരു കോൺസെപ്റ്റ് ചെറുതായിട്ട് ഇവിടുത്തെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ആണെങ്കിലും ഇൻസ്റ്റഗ്രാമിലൂടെ ആണെങ്കിലും എനിക്ക് കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് മനസ്സിലായപ്പോഴാണ് എന്നാൽ പിന്നെ ഇവിടെ വന്ന് ചേർന്നേക്കാം എന്നൊരു ഡിസിഷനിലോട്ട് എത്തിയത്. ഇവിടെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ഞാൻ ആദ്യം കേട്ടത് ഫാക്കൽറ്റീസിനെ പറ്റിയിട്ടാണ്. ഹബീബ് സർ ഇവിടെ ഉള്ളതാണ് ആദ്യമായിട്ട് ഞാൻ കേട്ടതും. പിന്നെ FM ഹബീബ് സാറിൻ്റെ പേപ്പറാണ്, എവ്രിബഡി നോസ് ദാറ്റ് ഹീ ഈസ് വെരി ഫേമസ് ഫോർ ദാറ്റ്, ഹീ ഈസ് ദ ബെസ്റ്റ് മാൻ ഫോർ ദാറ്റ്. അപ്പോൾ ഇവിടെ പേപ്പർ മാത്രം ചെയ്യാനാണ് ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത്, ഒരു പേപ്പർ മാത്രം. അപ്പോഴാണ് എൻ്റെ ഇവിടെ സീനിയർ, എൻ്റെ കോളേജിലൊരു സീനിയർ ഇവിടെ ആൾ ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ് പഠിക്കുന്നത് എങ്ങനെ കാര്യങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ. ഞാൻ പറഞ്ഞു ഞാൻ നിലവിലിപ്പം FM പഠിക്കാനാണ് വന്നത്. അപ്പോൾ പറഞ്ഞു FM മാത്രമല്ല എല്ലാ സബ്ജക്റ്റിൻ്റെയും ബെസ്റ്റ് ഫാക്കൽറ്റീസ് ഇവിടെയുണ്ട്, അതുകൊണ്ട് ഐ റെക്കമെൻഡ് ദാറ്റ് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ നിങ്ങളുടെ ഫുള്ളായിട്ട് പൈസ കൊടുത്ത് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും നിനക്ക് നല്ലത്, നിനക്ക് വേറെ എവിടെയെങ്കിലും ഓടിപ്പോയി നടക്കേണ്ട ആവശ്യമില്ല, എല്ലാ ഫാക്കൽറ്റീസും ഇവിടെ തന്നെയുണ്ട്, നല്ല ഫാക്കൽറ്റീസ്. പുള്ളി ഇപ്പം P ലെവൽ ഒരു പേപ്പറും കൂടി ബാക്കിയുള്ളൂ. അപ്പം ഇപ്പം പഠിച്ച എല്ലാ പേപ്പറും വെച്ചിട്ട് എല്ലാ നല്ല ഫാക്കൽറ്റീസ് ഇവിടെ ഉണ്ടെന്നും പറഞ്ഞിട്ട് എന്നെ ഇവിടെ റെക്കമെൻഡ് ചെയ്തു. അപ്പോഴാണ് ഞാൻ പിന്നെ പഠിപ്പ് മാത്രമായി പോവോ എന്നുള്ളൊരു പേടി കൊണ്ട് ഞാൻ ഇവിടെ ഇൻസ്റ്റഗ്രാം പേജ് കയറി നോക്കിയപ്പോഴാണ് ഫുൾ പരിപാടി ഓണത്തിൻ്റെ സെലിബ്രേഷൻ കണ്ടപ്പോൾ എൻ്റെ അല്ലോ രോമാഞ്ചം തിരിച്ചുപോയി. കാരണം ഞാൻ ഒരു 2-3 മന്ത്സ് ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കോളേജ് ഡിഗ്രി കഴിഞ്ഞിട്ട്. അപ്പോൾ വീട്ടിൽ വെറുതെ നമ്മൾ ഫോണും കുത്തിയിരിക്കുമ്പോൾ ഈ പരിപാടിയൊക്കെ കാണുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ കയറായിരുന്നു എന്ന് ചിന്തിച്ചു പോയി. എനിവേസ് ഐ എം നോട്ട് ടു ലേറ്റ്, ഐ സ്റ്റിൽ ഹാവ് ടൈം. ഇവിടെ ഇനിയും പരിപാടി, ഇനി അലാൻസ് ഫെസ്റ്റൊക്കെ വരാൻ പോകുന്നതൊക്കെ ഓർത്ത് ഞാൻ ഫുൾ പ്രിപ്പയർഡ് ആണ്. ബട്ട് ഐ ഓൾസോ ഹാവ് എൻ എക്സാം, അതിനും പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റഡീസിൻ്റെ ഒപ്പം തന്നെ വളരെ റിലാക്സായി വളരെ റിലീവായിട്ടാണ് ഇവിടുത്തെ കരിക്കുലം പോകുന്നത്. ഇവിടെ വന്നപ്പം ഐ ഗോട്ട് മൈ ഫസ്റ്റ് പ്രോഗ്രാം, ദാറ്റ് വാസ് ഹാലോവീൻ. അടിപൊളിയായിട്ട് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി. ഇവിടുത്തെ നണ്ണായിട്ട് എല്ലാവരെയും പേടിപ്പിച്ച് നൗ ഐ എം നോൺ ആസ് ദ നൺ. ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഐ വൺ ദ ഫസ്റ്റ് പ്രൈസ്. എന്തായാലും സന്തോഷമുണ്ട് അതിൽ. ആൻഡ് ദെൻ ആഫ്റ്റർ 2 വീക്സ് ഇപ്പോൾ ഈ ഒരു നവംബറിൽ എഡ്യൂക്കേഷണൽ വീക്ക് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് 1 വീക്ക് പ്രോഗ്രാം. അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ ലൈബ്രറി ബുക്സും ചെറിയൊരു മിനി ലൈബ്രറി തന്നെ സ്റ്റുഡൻസിൻ്റെ വകൻ ഉണ്ടാക്കി. പിന്നെ വീഡിയോ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡിബേറ്റ് ഉണ്ടായിരുന്നു, അതിലും ഫസ്റ്റ് പ്രൈസ് കിട്ടി. ആൻഡ് ഐ എം റിയലി താങ്ക്ഫുൾ ഫോർ ദാറ്റ് ഡിബേറ്റ്. അപ്പം ഞാൻ ഡിബേറ്റിന് ചേർന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ആരും ഉണ്ടാവില്ല, എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നീടാണ് മനസ്സിലായത് ഇവിടെ എന്ത് പരിപാടിക്കാണെങ്കിലും ശരി കുട്ടികളെല്ലാവരും ഉണ്ട്, ഈവൻ സ്റ്റഡീസ് ആണെങ്കിലും ശരി എല്ലാവരും ഒന്നിച്ച് വളരെ സപ്പോർട്ടീവായിട്ടാണ് ഇവിടെ പോകുന്നത്. ഇപ്പം ക്ലാസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം 5 to 6 ഡേയ്സ് മാക്സിമം ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഒരു 5 to 6 ഡേയ്സ് ചിലപ്പോൾ ലീവും തരും. അത് ആക്ച്വലി എനിക്ക് സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ അത് എഫക്റ്റീവായിട്ടാണ് തോന്നിയത്. കാരണം കണ്ടിന്യൂസ് ക്ലാസ് വരുമ്പം സ്വാഭാവികമായിട്ടും നമ്മൾ സ്ട്രെസ്ഫുൾ ആകും. ഇവിടെ എന്ന് പറയുമ്പം നമുക്ക് 5 ഡേയ്സ് ക്ലാസ് കഴിഞ്ഞാൽ ഒരു 5 ഡേയ്സ് അത് റിവൈസ് ചെയ്യാനും ഒന്ന് റിലാക്സ് ചെയ്യാനും ഒക്കെ പറ്റും.
പിന്നെ വി ഓൾസോ ഹാവ് എൻ ഓപ്ഷൻ ഹിയർ. അലാൻസിലൊരു ഓപ്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഔട്ട് ഓഫ് സ്റ്റഡി അവേഴ്സ്. ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സിറ്റ് ബാക്ക് ചെയ്തിട്ട് ഇവിടെ തന്നെ ഇരുന്ന് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പഠിക്കാനൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സായിട്ട് പഠിക്കാം. ഈവൻ നമുക്ക് ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ പോലും ഏത് ബാച്ച് ആയിക്കോട്ടെ ഇവിടെ വരുന്ന സ്റ്റുഡൻസ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ എനിക്കൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അവരോട് ചോദിച്ച് സംസാരിച്ച് അങ്ങനെ ഒരുപാട് പേര് ഇവിടെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് മൊത്തത്തിലിപ്പം ഭയങ്കര ഒരു ഹാപ്പി പ്ലേസിലാണ് ഞാനിപ്പം. ആഫ്റ്റർ ECCA എല്ലാവരും പോലെ തന്നെയും എനിക്കും പുറത്തു പോയി ജോലി ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. വേറെ ഏതെങ്കിലും കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റക്കായി പോകുന്ന ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ACCA ആസ് എ പ്രൊഫഷണൽ കോഴ്സ് പുറത്ത് ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഭയങ്കര സ്കോപ്പാണ്. അറൗണ്ട് 180+ കൺട്രീസിൽ ACCAക്ക് അതിനുള്ള സ്കോപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം വേറെ സ്ഥലത്ത് ജോലി ഇല്ലെങ്കിൽ എവിടെ പോയാലും ജോലി ചെയ്യാനുള്ളൊരു സ്കോപ്പ് ഉണ്ട്. അപ്പം മാത്രമല്ല ഐ പ്രിഫർ ഗ്ലോബൽ എക്സ്പോഷർ. സ്റ്റഡീസ് എന്തായാലും പുറത്ത് പോയി ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ജോബാണെങ്കിലും പുറത്ത് പോയി എവിടെയെങ്കിലും ജോലി ചെയ്യാം. പിന്നെ നമുക്ക് എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ളതാണ് ഈ വേൾഡ് മൊത്തം ഒന്ന് കയറി കറങ്ങുക എന്നത്. അപ്പം ACCA ആസ് എ പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിലും പ്രൊഫഷൻ ആണെങ്കിലും പുറത്ത് പോയിട്ട് ആ ഒരു എന്താ പറയുക വേൾഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നതാണ്. അപ്പം എൻ്റെ ഒരു പ്രിഫറൻസ് ഇപ്പം ദുബായ് നോക്കുന്നുണ്ട്. ദുബായ് ആയിരിക്കും, ഐ ഡോണ്ട് നോ. എനിവേസ് ഐ എം ജസ്റ്റ് സ്റ്റിൽ സ്റ്റഡിങ്. അപ്പം ദുബായ് ഒരു എമേർജിങ് കൺട്രി ആണ് ഇൻ കേസ് ഓഫ് ACCA ആണെങ്കിലും. അവിടെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നാണ് കേട്ടത്. അപ്പം ഐ വിൽ ബി ലുക്കിംഗ് ഫോർ ദുബായ് ഓർ യുനോ there are different countries to explore.